സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. റഷ്യൻ നാടകാചാര്യൻ കോൺസ്റ്റാന്റിൻ സ്റ്റാനിസ്ലാവ്സ്കി അന്തരിച്ചിട്ട് ഏതാണ്ട് 8 പതിറ്റാണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ സിദ്ധാന്തങ്ങൾ ലോകമാകമാനമുള്ള തിയേറ്റർ പ്രവർത്തകരിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. ഭാരതീയ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്ന പോലെ വാഴ്ത്തപ്പെടുന്ന ഈ അഭിനയ കുലപതി അതിവൈകാരികതയുടെ വ്യാജമായ കണ്ണുനീരിലും ആഹ്ലാദ പ്രകടനങ്ങളിലും മുങ്ങിക്കിടന്നിരുന്ന രംഗകലയെ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അരങ്ങിലേക്ക് പിടിച്ചു കയറ്റി. അതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള നാടുകളിൽ നാടകത്തിൻ്റെ രൂപവും ഭാവവും പാടെ മാറി. അഭിനയം ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കലാപരിപാടിയല്ല എന്നും ജീവിതം തന്നെയാണ് എന്നും കാണികളും നടീനടന്മാരും പഠിച്ചു. റിഹേഴ്സൽ ഹാളുകളെ ലബോറട്ടറികളാക്കി മാറ്റിയ സ്റ്റാനിസ്ലാവ്സ്കിയെ മാതൃകയാക്കി കൊച്ചിയിലെ അഭിനയാർത്ഥികളെ ശരീരഭാഷ പഠിപ്പിക്കാനായി ആരംഭിച്ചിട്ടുള്ള ആക്ട് ലാബിൻ്റെ സ്ഥാപകൻ സജീവ് NK ആണ് വേറിട്ട കാഴ്ചകളിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. ഞാനൊരു 8 വർഷത്തെ നിരന്തരമായിട്ടുള്ള അഭിനയ പരിശീലന പ്രോഗ്രാമിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് നാടകവും ഒക്കെ ആയിട്ട് നിരന്തരം ഇന്ത്യയിൽ മുഴുവൻ പല സ്ഥലങ്ങളിൽ നമ്മൾ പല ഗ്രൂപ്പുകളുമായിട്ടും സംവിധായകരുമായിട്ടും ഒക്കെ തന്നെ നമ്മൾ വർക്ക് ചെയ്തു, ഒരുമിച്ച് ഇൻട്രാക്ഷൻ വർക്കുകൾ നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ 8 വർഷത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ടുള്ള പല വേദികളും എനിക്ക് കിട്ടുകയുണ്ടായി. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2005 മുതൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ചേരാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള വ്യത്യസ്തരായിട്ടുള്ള യുവാക്കളുമായിട്ടും പുതിയ ആക്ടേഴ്സുമായിട്ടും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചതിലൂടെ എനിക്ക് തോന്നി കേരളത്തിൽ അത്തരം ഒരു സാധ്യത നമുക്ക് ആക്ടിങ്ങിന് മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിലൂടെ ഉണ്ടായി. അങ്ങനെയാണ് ആദ്യം തൃശ്ശൂരിൽ വെച്ചിട്ട് 2009 വെച്ചിട്ടാണ് 9 നമ്മൾ ആദ്യമായിട്ട് ആക്ട് ലാബ് ആക്ടേഴ്സ് ട്രെയിനിങ് ലബോറട്ടറി എന്നുള്ള പേരിൽ നമ്മൾ ആദ്യമായിട്ട് തൃശ്ശൂരിൽ വെച്ചിട്ട് ഒരു PGയിൽ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതായിരുന്നു ആക്ട് ലാബിൻ്റെ തുടക്കം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മൂവ്മെന്റ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നുള്ളത് നാടകത്തിൽ നിന്ന് വരുന്ന ആളുകളെ ഒക്കെയാണ്. കാരണം ഒരുപാട് അഭിനയം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഒരുപാട് ധാരണകളുമായിട്ടാണ് വരുന്നത്. ഓവർ എക്സാജറേറ്റഡ് ആക്ടിങ്, വലിയ മോഡുലേഷൻസ് ഒന്നും ഒട്ടും തന്നെ ഇല്ലാതെ ഒരേ പാറ്റേണിൽ ഡയലോഗ്സ് കൊടുക്കുന്ന രീതികൾ, ഉറക്കെ പറയുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കി വയ്ക്കുന്ന ആക്ടേഴ്സ്. അത്തരത്തിലുള്ളൊരു അഭിനയ സമ്പ്രദായങ്ങളെ രീതികളെ മാറ്റിയെടുക്കണം എന്നുള്ള ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിനെ മാറ്റിയെടുക്കുക. അമിതമായിട്ട് വരുന്ന ജീവിതത്തിൽ അല്ലാത്തത് ജീവിതത്തിൽ കൂടുതലും വേണ്ട, കുറവും പാടില്ല. ഈ ഒരു അവസ്ഥയിൽ ബീയിങ് എന്നുള്ളൊരു സ്റ്റേറ്റിൽ ഒരു ആക്ടർ എത്തിച്ചേരുക, ഇതിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഞാനിവിടെ ആക്ട് ലാബിൽ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും യഥാർത്ഥമായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിങ് സിസ്റ്റത്തെ മാത്രം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ ആക്ട് ലാബിൽ നടത്തുന്നത് എന്ന് വിചാരിച്ച് മറ്റ് അഭിനയ സിസ്റ്റങ്ങളൊന്നും തന്നെ തെറ്റാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാം. പക്ഷേ ആ സത്യസന്ധത അഭിനയത്തിൽ കാണാൻ കഴിയുമോ, ഒരു ജീവിതം കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ, അവിടെ സാധിക്കും, അവിടെ വിജയമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആക്ടിങ് മാത്രമല്ല, എല്ലാത്തരം നമ്മുടെ ശാരീരികമായിട്ടും നമ്മുടെ മാനസികമായിട്ടും നമ്മൾ വളരെയധികം മുന്നോട്ട് പോകും. അതായത് കളരി ആയാലും യോഗ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ആക്ട് ലാബ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, മിസ് ഇവിടെ നിന്ന് വന്നിട്ട് ഇതിലെ വരുന്നു, ഇവിടെ വെക്കുന്നു, വെച്ച് തിരിച്ചു പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് പഴുവിൽ നമ്പിയത്ത് കൃഷ്ണൻകുട്ടിയുടെയും വിലാസിനിയുടെയും മകൻ സജീവ് അഭിനയത്തിൻ്റെ ആന്തരാർത്ഥങ്ങൾ വിശകലനം ചെയ്യാനാണ് ഈ പരിശോധനാലയം ആരംഭിച്ചത്. കാക്കനാട്ട് വാഴക്കാലയിൽ പ്രവർത്തിക്കുന്ന തൻ്റെ കളരിയിലേക്ക് ആർക്കും പ്രവേശനമുണ്ട്. അഭിനയശേഷി ഉണ്ടായിരിക്കുക എന്നത് ഒരു മാനദണ്ഡമേ അല്ല.
സജീവിന്റെ ലാബിൽ വരുന്നവരുടെ മനസ്സിൽ അഭിനയത്തെപ്പറ്റി എന്തെങ്കിലും ധാരണകളുണ്ടെങ്കിൽ അതെല്ലാം പുറത്തെടുത്തു കളയലാണ് നടപടിക്രമങ്ങളിൽ ആദ്യത്തേത്. പിന്നെ സഹവാസത്തിലൂടെ, പരസ്പര വിമർശനത്തിലൂടെ, മെയ്യഭ്യാസങ്ങളിലൂടെ ഓരോരുത്തരിലുള്ള നടിയെയും നടനെയും സ്വമേധയാ പുറത്തു ചാടിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ ഒരു ചാഴൂർ എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രാമമാണ് എൻ്റെ നാട്. അവിടേക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് TV ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ വരികയും ഒരു കുട്ടികളുടെ നാടകം ചെയ്യാനായിട്ട് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഞാനും വരികയും എന്നെ അതിൽ ഒരു മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുകയും ജില്ലാതലത്തിൽ നടന്നൊരു മത്സരത്തിൽ അതിൽ ആ മന്ത്രിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. അതോടുകൂടി എൻ്റെ ഉള്ളിൽ ഇതൊരു സാധ്യതയുണ്ടല്ലോ എനിക്ക് എന്നൊക്കെയുള്ളൊരു ആദ്യമായിട്ട് പുറത്ത് കളിക്കുന്ന ഒരു നാടകമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആ ചെറിയ ഒരു സ്ഥലത്ത് മാത്രം കളിക്കും. വലിയ വേദിയിൽ മാളയിലായിരുന്നു അന്ന് നടന്നിരുന്നൊരു മത്സരം. അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടി. അതിനുശേഷം പിന്നെ അത് ഏറ്റവും വലിയൊരു ആഗ്രഹമായി മാറി. ഇനിയും അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെയാണ് ഉണ്ടായി വന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ണി മാഷ് സർട്ടിഫിക്കറ്റ് വിതരണത്തിന് വരികയും ഒരു 10 പ്രോഗ്രാംസിൽ നിരന്തരം അദ്ദേഹം 1ാം സ്ഥാനത്തിന് വിളിക്കുകയും അതെല്ലാം ഞാൻ ഓരോ തവണയും എൻ്റെ പേര് തന്നെ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചെല്ലുകയും. അപ്പം കുഞ്ഞുണ്ണി മാഷ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും നീ ആകാശം നോക്കി വളരണം കേട്ടോ. ആകാശം കണ്ടില്ലേ, ഈ ആകാശത്തേക്ക് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നോക്കിയിരിക്കും, വളരും, ഇനിയും വളരും എന്ന് പറഞ്ഞു. എന്തോ ഒരു വലിയ, ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് എനിക്കത് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കൊരിക്കലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നിയിട്ടില്ല. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ, ഇത്തരം കല തന്നെയാണ് എന്നെ നയിക്കുക. ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇത് തന്നെയാണ് എന്നുള്ളൊരു നിശ്ചയമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ എനിക്ക് അവിടെ തന്നെയാണ് കഴിഞ്ഞത്. പിന്നെ സ്കൂൾ നാടകങ്ങളിലും കോളേജിൽ വന്ന് ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തനങ്ങളും, നാട്യ ശ്രീനാരായണ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായി നിന്നു. ഒരുപാട് തെരുവ് നാടകങ്ങൾ TV ബാലകൃഷ്ണനും പ്രേംപ്രസാദും ഒക്കെ ചെയ്തിട്ടുള്ള നിരവധി തെരുവ് നാടകങ്ങളിൽ അഭിനയിച്ചു. അവിടെ നിന്നാണ് പിന്നെ ബാലകൃഷ്ണൻ തന്നെയാണ് എന്നോട് പറയുന്നത്, അഭിനയം മാത്രം നിനക്ക് പഠിക്കാൻ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. അത് ഗുരുവായൂരിൽ KC മാനവേന്ദ്രനാഥിൻ്റെ ശിക്ഷണത്തിലായിരുന്നു ഞാൻ അവിടെ പിന്നെ പഠിക്കാൻ ചെയ്യുന്നത്. അദ്ദേഹം ലോകത്തെ ഒട്ടുമിക്ക അഭിനയ സമ്പ്രദായങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനിങ് മെത്തഡോളജിയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞതാണ് എൻ്റെ ഒരു ഭാഗ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 4 മണിക്ക് രാവിലെ എണീക്കുകയും കണ്ണ് സാധകം, അതിനുശേഷം കഥകളിയുടെ എക്സസൈസുകൾ, അവിടെ നിന്ന് കളരിപ്പായിട്ട് പഠിക്കാൻ പോകുന്നു, ചാവക്കാട് വല്ലപ്പെട്ട കളരി സംഘത്തിൽ കളരി പഠിക്കാൻ, സംഗീതം, കർണാട്ടിക് മ്യൂസിക് ശാസ്ത്രീയമായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ കൂടിയാട്ടം, മോഡേൺ തിയേറ്റർ എക്സസൈസുകൾ. അപ്പോൾ ഈ ഒരു നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ നടനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലൂടെ നമ്മൾ ആയിരുന്നു അതിൻ്റെ ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നുപോയ ആളുകൾ. അപ്പോൾ അതിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു. 2 വർഷം കണ്ടിന്യൂസ്ലി റിഗറസ് ട്രെയിനിങ്, 2 വർഷം അതിലൂടെ എനിക്ക് ലഭിച്ചു. പറയുന്ന സാധനം വളരെ സോഫ്റ്റ് ആയി പോയി. നാടകം ഇവിടെ കളിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് നാടകങ്ങൾ കളിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളത്തിലൊക്കെ നടക്കുന്ന നാടക അവതരണങ്ങളിൽ ആക്ടേഴ്സിൻ്റെ ഒരു രീതി, അഭിനയത്തിൻ്റെ രീതി എനിക്ക് ഒട്ടും എവിടെയോ എന്നെ അത് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. വളരെ സ്റ്റൈലൈസേഷൻ പോലും ട്രൂത്ത്ഫുൾ അല്ലാത്ത രീതിയിലുള്ള സ്റ്റൈലൈസ്ഡ് ആക്ടിങ്. നാടകത്തിൽ സ്റ്റൈലൈസേഷൻ ആവാം, മുഴുവൻ റിയലിസം മാത്രമല്ല ആവശ്യപ്പെടുന്നത്, പക്ഷേ ഈവൻ ആ സ്റ്റൈലൈസേഷൻ പോലും ട്രൂത്ത്ഫുൾ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുപോലും വളരെ മെക്കാനിക്കലായിട്ടുള്ള യാന്ത്രികമായ അവതരണ രീതികളായിരുന്നു അഭിനയത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ശരിക്കും മനസ്സുമെടുത്ത് അത്തരം ഓരോ നാടകങ്ങളിൽ ചെന്ന് അഭിനയിക്കുമ്പോഴും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ലാതെ അഭിനയിക്കേണ്ടി വരുന്നു നാടകങ്ങളിൽ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ദുഃഖമായിരുന്നു. ഇതല്ല, ഈ ഒരു സാധ്യതയെ മാറ്റണം, അരങ്ങിൽ നിന്ന് അഭിനയത്തിൻ്റെ ശൈലിയെ മാറ്റണമെന്ന് ഓരോ നാടകം കഴിയുമ്പോഴും എന്തല്ല അഭിനയം എന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
അഭിനയം പഠിപ്പിക്കാവുന്ന ഒരു കലയല്ല എന്നാണ് സജീവ് പറയുന്നത്. സാമൂഹ്യ ജീവിയായി വളർത്തപ്പെടുന്നതിനിടയ്ക്ക് ബാല്യകൗമാരങ്ങളിൽ നിർബന്ധമായും ആർജിക്കേണ്ടി വരുന്ന സംസ്കാരത്തിൻ്റെ തോട് പൊട്ടിച്ച് ജന്മനാ ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ തിരിച്ചു പിടിക്കാനാണ് ആക്ട് ലാബ് പരിശീലിപ്പിക്കുന്നത്. എല്ലാ ലജ്ജാശീലങ്ങളും അവിടെ കഴുകിക്കളയുന്നു. കാൽപന്തുകളി മുതൽ കളരിപ്പയറ്റ് വരെയുള്ള അഭ്യാസങ്ങൾ നടീനടന്മാരുടെ ശരീരത്തെ വഴക്കിയെടുക്കുന്നത് എങ്ങനെയെന്നും പഠിതാക്കൾ മനസ്സിലാക്കുന്നു. ആക്ട് ലാബിൽ പഠിച്ചവർ അഭിനയിച്ച കമ്മട്ടിപ്പാടം, കലി, ആക്ഷൻ ഹീറോ, ബിജു, ABCD തുടങ്ങിയ ചലച്ചിത്രങ്ങളുടെ സംവിധായകർ സജീവിന്റെ പരിശീലന പാഠവത്തിന് സാക്ഷ്യം പറയുന്നു. അവരുടെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു അവരുടെ വീടിന് തീ കൊടുത്താലോ? ഞാൻ ഒരു അഭിനേതാവാൻ തീരുമാനിച്ചതും അതിനോടുള്ള ഇഷ്ടം ഉടലെടുത്തതും ഒരിക്കലും ഒരു ഫിലോസഫി, നമുക്ക് ഒരു ദർശനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടല്ല അത് അങ്ങനെ ആരംഭിച്ചത്. പക്ഷേ ശരിക്കും അഭിനയ പരിശീലനമാണ് എന്നെ എൻ്റേതായിട്ടുള്ള ഒരു ദർശനത്തിലേക്ക് എത്താൻ ഒരുപാട് സഹായിച്ചത്. അഭിനയ പരിശീലനമാണ്. കാരണം എനിക്ക് എന്നെ കാണാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു അഭിനേതാവിന് എപ്പോഴും നടക്കുന്നത് ആ ഒരവസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരേ സമയം മറ്റൊരു കഥാപാത്രമാവുകയും അതേസമയം താൻ ഈ നടനാണ്, നടിയാണ് എന്നുള്ള അറിവുണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്. ഒരേ സമയം ഞാൻ ഈ നടനാണ് എന്ന് അറിയുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ഈ കഥാപാത്രത്തിൻ്റെ മാനസികമായ തലങ്ങളിലേക്കും ശാരീരികമായ തലങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ള ഒരു സാധ്യത അത് നിലനിൽക്കുന്ന ഒരു നടനിലാണ്. അതുകൊണ്ടാണ് ഇത് ലോകത്തിലെ അതിമനോഹരമായ ഒരു പ്രൊഫഷനാണ് അഭിനയം എന്ന് പറയാനും കാരണം. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ആളുകൾ എല്ലാവരും അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റും എന്നുള്ള ധാരണയാണ്. എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും. ഇതെല്ലാവരും പഠിച്ചിട്ടാണോ അഭിനയിക്കുന്നത്? എല്ലാവർക്കും അല്ലെങ്കിൽ അഭിനയം പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അങ്ങനെ മനുഷ്യർക്ക് അത് തോന്നാൻ കൃത്യമായ റീസൺ ഉണ്ട്. കാരണം എല്ലാ മനുഷ്യരിലും അഭിനയിക്കാനുള്ള അത് ജന്മസിദ്ധമായ കഴിവുണ്ട്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല, ഞാൻ ഒരിക്കലും പറയില്ല ബോൺ ആക്ടറാണെന്നും മറ്റാൾ മെത്തേഡ് ആക്ടറാണ് എന്നും ഒക്കെ ഉള്ളതിന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ എല്ലാവരും ബോൺ ആക്ടേഴ്സാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് അഭിനയം പഠിപ്പിക്കുന്നത്? എന്താണ് പഠിക്കാനുള്ളത്? പക്ഷേ 10 വയസ്സിനുള്ളിൽ നമ്മൾക്ക് കിട്ടുന്ന ധാരണകൾ ചെറുതല്ല, അരുതുകൾ ചെറുതല്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ വളരാവൂ, ഇങ്ങനെയാണ് വളരേണ്ടത് എന്ന് നമ്മളെ പറഞ്ഞു തരുന്നതിലൂടെ നമ്മളെ പറഞ്ഞ് ഈ കാഴ്ചപ്പാടിലുണ്ടാക്കുന്ന ഒരു വളരെ ഒരു ഭാഗത്തെ മാത്രം അറിയാനുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നതിലൂടെ നമുക്ക് മറ്റ് കഴിവുകളൊക്കെ നഷ്ടപ്പെട്ട് പോവുകയാണ്. യഥാർത്ഥത്തിലുണ്ടായിരുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സാധ്യതകളെയെല്ലാം 10 വയസ്സാകുന്നതിനിടയ്ക്ക് തന്നെ എല്ലാം അരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. പ്രൂൺ ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ ഈ വൃക്ഷങ്ങളെ ഒക്കെ പ്രൂൺ ചെയ്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിലാക്കുന്നത് പോലെ തന്നെ നമ്മളെയും ഈ സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത് അനുസൃതമായിട്ടുള്ള ജീവികളാക്കി മാറ്റുന്നുണ്ട്. ഞാൻ പറയാം, അഭിനയം പഠിപ്പിക്കേണ്ടതല്ല, നേരെ മറിച്ച് അഭിനയം കളഞ്ഞുപോയ എന്തോ ഒന്ന് അതിനെ കണ്ടെടുക്കലാണ്. ആക്ട് ലാബിൽ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അഭിനയിക്കാനും. അഭിനയം അല്ലെങ്കിൽ പോലും എനിക്ക് സ്റ്റേജിൽ കയറാൻ തന്നെ ഒരുപാട് പേടിയും ക്യാമറയുടെ മുമ്പിൽ വരും ഒരുപാട് ഭയമുള്ള ഒരു സ്റ്റേറ്റിലാണ് ഞാൻ ആദ്യം ആക്ട് ലാബിൽ വരുന്നത്. അന്നൊട്ടും അഭിനയത്തോട് താല്പര്യമില്ലായിരുന്നു. ആക്ട് ലാബിൽ വന്ന് സാറിൻ്റെ ട്രെയിനിങ്ങിലൂടെയാണ് അതെല്ലാം ഒന്ന് റിലാക്സ് ആയി വന്നത്, വളരെ നോർമലായി വന്നത് ആ സമയത്താണ്. ഈ ആക്ടിങ്ങിൽ സംബന്ധിച്ച് കുറേയും കൂടിയും ഫ്ലെക്സിബിളായി ഞാൻ സ്റ്റേജിലേക്ക് ഭയങ്കര ബലം പിടുത്തവും തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അത് സാറിൻ്റെ ട്രെയിനിങ്ങിലൂടെ ആ ഒരു 45 ഡേയ്സ് കഴിഞ്ഞ് ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് വളരെ നാച്ചുറലായി എനിക്ക് പെർഫോം ചെയ്യാൻ തുടങ്ങി. Sajeev sir is such a good person, a genuine person. He honestly cares about his students and follows up with his students, and he makes sure that the end of a course is not the end of your time at ACT Lab. He makes sure you do well in life and takes care of you for the rest of your life probably. As you can see, a lot of students here from years have been coming and that just shows what kind of a person Sajeev sir is. Yeah! Show!
നാട്ടിക കോളേജിൽ ക്യാമ്പസ് തിയേറ്റർ ആരംഭിച്ചുകൊണ്ട് 17ാമത്തെ വയസ്സിൽ തുടങ്ങിയ നാടക പ്രവർത്തനം സജീവിനെ രാജ്യത്താകമാനം അറിയപ്പെടുന്ന അഭിനയ ഗുരുവായി വളർത്തിയിരിക്കുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, മുംബൈ ബിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ, സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ ആർട്സ്, മീററ്റിലെ ഇന്ത്യൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെ വിഖ്യാതമായ കലാപഠന കേന്ദ്രങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമാണ് ഈ മലയാളി അധ്യാപകൻ. സ്റ്റാനിസ്ലാവ്സ്കിക്ക് സ്വയം ശിഷ്യപ്പെട്ട് അനുഭവിച്ച് അഭിനയിക്കുക എന്ന സിദ്ധാന്തം പ്രാവർത്തികമാക്കുകയാണ് സജീവ് ഏറ്റെടുത്തിട്ടുള്ള ജീവിത ദൗത്യം. ഏഴ് മണിക്കാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഒരു നടന്റെ ശരീരത്തിന്റെ സ്വാതന്ത്ര്യം, മനസ്സിന്റെ സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള എക്സസൈസുകളാണ് നമ്മൾ മോർണിംഗിൽ ചെയ്യുന്നത്. അപ്പം ഈ ബ്രേക്കിംഗ് ദ ബ്ലോക്സ് എന്ന് പറയുന്ന സെഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു കട്ട പിടിച്ചു കിടക്കുന്ന ഒരുപാട് ധാരണകളെ, മിഥ്യാധാരണകളെ, പേടികളെ, നമ്മുടെ തന്നെ ഇൻഹിബിഷൻസ്, ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാവുന്ന തരത്തിൽ, അതിനെ അതിജീവിക്കാവുന്ന തരത്തിലേക്കുള്ള ബ്രേക്കിംഗ് ദ ബ്ലോക്സ് എന്ന് പറഞ്ഞുള്ള ഒരു എക്സസൈസ് ഒരു രീതികളുണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇതിന് ശേഷമൊക്കെ ഞങ്ങൾക്ക് മറ്റൊരു സെഷനും കൂടിയുണ്ട്. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. ആ ഹോട്ട് സീറ്റിൽ അത് വറച്ചട്ടിയാണ്. അതിൽ വന്നിരിക്കുമ്പോൾ എല്ലാവരും ഉരുകും. കാരണം നമ്മൾ ചെയ്തു പോകുന്ന, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന ഓരോ ആക്ടിവിറ്റീസിനെയും സ്വന്തം സുഹൃത്തുക്കൾ നഖശികാന്തം വിമർശിക്കുന്ന കാര്യം നമ്മുടെ മുന്നിൽ നമ്മൾ കേൾക്കേണ്ടി വരും. ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മളെ കണ്ടിട്ടുള്ളത്, ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. നിന്നിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്ക് പറഞ്ഞു തരാൻ അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്ത സൗഹൃദങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വിമർശനത്തിനൊരു സാധ്യത അതുണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു 11:30 കൂടിയിട്ട് നെക്സ്റ്റ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് ടൈമിംഗ്, റിതം, ഇമാജിനേഷൻ, ഈ രീതിയിലുള്ള എക്സസൈസസ് തന്നെയാണ്. അതിൻ്റെ ഓരോ എക്സസൈസ് കഴിഞ്ഞാലും അത് എന്തുകൊണ്ട് ചെയ്യുന്നു, ഇനി അതെങ്ങനെയാണ് ബെറ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്കാണ് വീണ്ടും കൊടുക്കുന്നത്. സമയക്കുറവ് അതിനുണ്ട്. നമുക്ക് ആകെ 2 മാസത്തെ ഒരു സമയപരിധിയാണ് നമുക്കുള്ളത്. മൂന്നാമത് നമ്മൾ പെർഫോമൻസിലാണ്. ഉച്ചയ്ക്ക് ശേഷം വരുന്ന സെഷൻ അതൊരു 4 മണിയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ സീൻ വർക്കുകൾ, അതുപോലെ ഇംപ്രവൈസേഷൻസ്. സ്പോണ്ടാനിയസ് ആയിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ പെരുമാറും, ഈ സാഹചര്യത്തിൽ നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലാണ് ഇംപ്രവൈസേഷൻ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ വലിയ സീൻ വർക്കുകളിലേക്കും ഡയലോഗ് വർക്കുകളിലേക്കും അതിൻ്റെ മോഡുലേഷൻസും അങ്ങനെ വലിയ സീനുകളിലേക്ക് എത്തിക്കൊണ്ട് പതിയെ ക്യാമറയുടെ മുന്നിൽ നിന്നുകൊണ്ട് എക്സസൈസുകളിലേക്ക് പോകുന്നു. ഇവിടുത്തെ ഫൈനൽ വർക്ക് എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂറോളം ലെങ്തി ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ലൈവ് ഓഡിയൻസിൻ്റെ മുന്നിൽ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് അവസാനത്തെ ഈ 2ാമത്തെ മാസം അവസാനിക്കുന്നതിൽ ഫൈനൽ പ്രൊഡക്ഷനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പിന്നെ വിളിക്കാം. എന്തെങ്കിലും മറക്കാതെ വിളിക്കേ. ബൈ. I can't already. 45 ദിവസത്തെ ഇൻറ്റൻസ് കോഴ്സ് അവിടെ ഞാൻ സെർവ് ചെയ്യുക. അത് 2 വിധത്തിലാണ് ഞങ്ങൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫിസിക്കൽ, അങ്ങനെ ബോഡി ലാംഗ്വേജും അത് മുകളിലൊരു ഹാളുണ്ട്, നാടകത്തിൻ്റെ ഹാള്. ഒരുപാട് ആൾക്കാർ വരും. നമ്മളിപ്പോൾ ഒരു പുതിയ ചെറുക്കനാകുമ്പം ആൾക്കാരെങ്ങനെ വിചാരിക്കും, അയ്യോ ഇത്രയും ആൾക്കാരുണ്ട്, ശബ്ദമുണ്ട്, അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും, അതൊക്കെ ആയിരിക്കും ആദ്യം വരുന്നത്, മനസ്സിൽ വരുന്നത്. അതായിരിക്കും ആ തടസ്സങ്ങൾ, ആ ഇൻസെക്യൂരിറ്റി ഒന്ന് കളയാനാണ് സാറിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ. പിന്നെ ഇൻറ്റേർണലൈസേഷൻ എന്ന് വെച്ചാൽ ഓരോ സീനും നമ്മൾ ചെയ്യുമ്പം ആ ക്യാരക്ടർ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അത് ഫീൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ ഒരു കംപ്ലീറ്റ് ആക്ടറാകാൻ പറ്റും. ചലച്ചിത്ര ലോകത്തെ മായക്കാഴ്ചകളിൽ തിളങ്ങാമെന്ന മോഹവുമായാണ് ഭൂരിഭാഗം പേരും സജീവിൻ്റെ ലബോറട്ടറിയിൽ എത്തുന്നത്. 2 മാസത്തെ റെസിഡൻഷ്യൽ ഇൻറ്റൻസീവ് ആക്ടിംഗ്, 8 മാസം നീണ്ടു നിൽക്കുന്ന ഞായറാഴ്ച ക്ലാസുകൾ, 3 ദിവസം വീതമുള്ള ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ എന്നിങ്ങനെ 3 തരം കോഴ്സുകളുണ്ട്. 10 മുതൽ 60 വയസ്സുവരെയുള്ളവർ വിദ്യാർത്ഥികളായി എത്തുന്ന ആക്ട് ലാബിൻ്റെ പ്രസിദ്ധി ഇന്ന് രാജ്യമെങ്ങും പരന്നിരിക്കുന്നു.
സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ജീവിതം. അഭിനയിക്കാൻ ഇഷ്ടം ഉരുത്തിരിഞ്ഞു. അതുമുതൽ എൻ്റെ ഇഷ്ടം ഇതാണെന്ന് തിരിച്ചറിയുകയും അതിലേക്കുള്ള പ്രവർത്തനം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുന്ന, വെറുതെ സ്വപ്നങ്ങൾ കണ്ട് മയങ്ങുന്ന ഒരു തലമുറ അല്ല ഉണ്ടാകേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പണിയെടുക്കണം, അധ്വാനിക്കണം. അതിന് ഏതറ്റം വരെയാണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങളുടെ പൂർണ്ണമായുള്ള ഊർജം അതിലേക്ക് കൊടുക്കണം. നമുക്കെല്ലാം തന്നിട്ടുണ്ട് ഈ പ്രകൃതി. ഈ പ്രകൃതിക്ക് ഞാൻ എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ ആലോചിക്കാറുള്ളൂ. ആ തിരിച്ചു കൊടുക്കുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. എനിക്കത് മാത്രമേ തിരിച്ചു കൊടുക്കാനുള്ളൂ, അല്ലാതെ ഈ പ്രകൃതിക്ക് മറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ എന്നാൽ കഴിയുന്ന എൻ്റെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനം പക്ഷേ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നന്മയുടെ ഒരു വിത്ത് എവിടെയെങ്കിലും പാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം. ഇവിടെയുണ്ടു ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാനെന്നതിന്